ഇവിടെ കൊച്ചി മാത്രമല്ല തിരുവനന്തപുരത്ത് നമ്മുടെ സുനിഷ അയലൂരും സംഘവും ഒന്ന് പോയിരുന്നു. അവർ പോയത് പഴങ്കഞ്ഞി കടയിലേക്കാണ്. അവിടെ എന്താണ് സുനിഷയും ടീമും കണ്ടതെന്ന് നോക്കാം. നല്ല ഉച്ച സമയം തണുത്ത നല്ല പഴങ്കഞ്ഞി കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? അടിപൊളിയാ. വയറിന് നല്ല തണുപ്പ്, ക്ഷീണമില്ല. അരിയാഹാരം കഴിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നാണ് സാധാരണ രീതിയിലുള്ള കണക്കുകൾ. അതങ്ങനെയാണോ എന്ന് നോക്കാനാണ് നമ്മളിവിടെ വന്നത്. നമ്മുടെ ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചി, കഞ്ഞിക്ക് ആളുകൾ കുറഞ്ഞിട്ടുണ്ടോ? കുഴപ്പമില്ല, കച്ചവടം ഇപ്പം കുറവാണ്. കഞ്ഞിക്ക് വരണമൊക്കെ വരും. അങ്ങനെ പോകണം. സൗണ്ട് അടഞ്ഞിരിക്കുന്നത് നമ്മൾ തുടങ്ങുമുള്ള രീതിയിലാണോ ഇപ്പോൾ ഉള്ളത്? കാരണം ഇപ്പോൾ കണക്ക് വെച്ചിട്ടേ അരിയാഹാരത്തിനോടുള്ള ആളുകളുടെ താല്പര്യം കുറഞ്ഞു എന്നാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മളിവിടെ തുടങ്ങിയിട്ട് 9 വർഷമായി. ആദ്യം തുടങ്ങി 3 മാസമൊക്കെ ആയപ്പോൾ തന്നെ ഭയങ്കര ആളായിരുന്നു. വണ്ടിയൊന്നും അങ്ങോട്ട് പോകില്ല, അത്ര തിരക്കായിരുന്നു പാർസലിനും കഞ്ഞിക്കൊക്കെ. സാധാരണ രീതിയിൽ എത്ര കിലോ അരി നമ്മൾ ഒരു ദിവസം കഞ്ഞിക്കായിട്ട് ഇടാറ്? ഒരു കഞ്ഞിക്ക് ഒരു 10 കിലോ അരി. കച്ചവടം കുറവാണെങ്കിൽ 7-8 കിലോ അങ്ങനെ തന്നെ കൊടുക്കും. പിന്നെ ഒരുപാടൊന്നും വേവിച്ചിട്ടാൽ വരും, പഴങ്കഞ്ഞിയല്ലേ, കളയേണ്ടി വരും. മിച്ചം വന്നാൽ വേസ്റ്റ് വരും. അങ്ങനെ നമ്മൾ ഇവിടെ ഏറ്റവും അധികം അരി ഇട്ടത് ഏത് സമയം? മീൻസ് എത്ര കിലോ ആയിരുന്നു? നമ്മൾ തുടങ്ങി 3 മാസത്തിന് മുമ്പേ 20 കിലോ അരിയൊക്കെ ഇടുമായിരുന്നു. പിന്നെ ഞങ്ങൾ മൊത്തം കുറഞ്ഞു. ഏറെക്കുറെ എത്ര? 8 കിലോ അരി, 10 കിലോ, അതിൻ്റെ അപ്പുറം പോകില്ല. ആളുകൾക്ക് അരിയാഹാരത്തോടുള്ള താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് എടുക്കുമ്പോൾ പറയും കുറച്ച് എടുക്കണമെന്ന് പറയും കഞ്ഞി, അങ്ങനെ പറയും. എന്താണ് ഈ പഴങ്കഞ്ഞിക്ക് ഇത്ര പ്രത്യേകത എന്ന് തോന്നുന്നുണ്ടോ? ആദ്യം നല്ലൊരു മൺകലം എടുക്കും, അതിൽ അസലായി ആ തണുത്ത പഴങ്കഞ്ഞി ഒഴിക്കും. പിന്നെ അതിൻ്റെ മേലെ കപ്പയാണ് ആദ്യം ഇടുന്നത്. അതിനുശേഷം ഒരു തൈര് ഒഴിക്കുന്നു. ആ തൈരിന് മേലെ നല്ല മാങ്ങ അച്ചാർ കൂടി, ഒപ്പം കൂട്ടത്തിൽ നല്ല ഉണക്കമീൻ ഉള്ളി റോസ്റ്റാക്കി വെച്ചതുണ്ട്. കൂട്ടത്തിൽ ഒരു മീൻ കറിയുമുണ്ട്. ഇങ്ങനെയാണ് ഈ പഴങ്കഞ്ഞി ഇങ്ങനെ സെറ്റ് ചെയ്ത ടേബിളിന് മേലെ എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന കഞ്ഞി നല്ല തൈരും മുളകും കപ്പയും കൂട്ടി ഞെരടി കഴിക്കാൻ അത് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അരിയാഹാരം കഴിക്കാത്തവരൊക്കെ ഒരു വശത്തുണ്ടെങ്കിലും പഴങ്കഞ്ഞി തേടിപ്പിടിച്ച് കഴിക്കാൻ എത്തുന്നവരുടെ എണ്ണവും ഏറെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം.എൽ.നൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അപ്പോൾ അങ്ങനെയാണ് കഥ. ഈ സുനിഷ കഴിക്കുന്നത് കണ്ടാൽ ഒന്ന് പോയി കഴിക്കാനായിട്ട് എല്ലാവർക്കും തോന്നും. അപ്പോൾ പഴങ്കഞ്ഞി നമുക്ക് വീട്ടിലും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഉച്ചയ്ക്ക് ബാക്കി വരുന്ന ചോറുണ്ടെങ്കിൽ അത് കളയാതെ വെച്ചിരുന്നാൽ മതി. കടയിൽ തന്നെ പോകണമെന്നില്ല. ഒരു ചട്ടി കൂടി വാങ്ങിച്ച് വെച്ചാൽ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ കഴിക്കാം.